ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനരിപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ രേവതി ഇറച്ചി മേടിക്കാനായിട്ട് ചെല്ലുന്നത് ബീരാനിക്കയുടെ കടയിലേക്കാണ്. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ കടയാണെന്നിട്ട് രേവതിക്ക് അറിയില്ല താനും. രേവതിയുടെ ഒരു കൂട്ടുകാരി ചേച്ചി നല്ല ഇറച്ചി കിട്ടുന്ന കടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നതാണ് കേട്ടോ. കടയുടെ ഫ്രണ്ടിലേക്ക് എത്തുന്ന സമയത്താണ് രേവതിക്ക് സച്ചിയുടെ കോള് വരുന്നത്. അതുകൊണ്ട് തന്നെ ബീരാനിക്ക രേവതി കാണുന്നില്ല. എന്നാൽ ബീരാനിക്കയുടെ ഭാഗ്യമെന്ന് പറയട്ടെ, ഇദ്ദേഹം കൂടെ വന്നിരിക്കുന്ന ചേച്ചിയോടായിട്ട് എൻ്റെ ഇത്ര ഒരുപാട് ഇറച്ചിയൊക്കെ മേടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ്, അവളാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കാണിച്ചു കൊടുക്കാം കേട്ടോ. രേവതിയെ കാണുമ്പോൾ തന്നെ ബീരാനിക്ക ഒന്ന് പതറുകയും പെട്ടെന്ന് തന്നെ മുഖം മറച്ച് വെക്കുകയും ചെയ്യുന്നുണ്ട്. രേവതി അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ബീരാനിക്ക അധികം സംസാരിക്കൊന്നുമില്ല കേട്ടോ. സംസാരിക്കുന്നുണ്ടെങ്കിലും സൗണ്ട് മാറ്റിയാണ് സംസാരിക്കുന്നത്. മുഖം മറിച്ചത് കൊണ്ട് തന്നെ രേവതിക്ക് ബീരാനിക്കയെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല താനും. അങ്ങനെ ഒരു കണക്കിന് ബീരാനിക്ക അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം മീരയെ ഫോൺ വിളിക്കുന്നുണ്ട്. മീര വേഗം തന്നെ ശ്രുതിയോടായിട്ട് വീട്ടിലേക്ക് എത്രയും വേഗം വരണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ തൻ്റെ വീട്ടിലേക്കായിട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ബീരാനിക്ക അവിടെ കാണുന്ന നേരത്തെ ശ്രുതി ബീരാനിക്ക് വഴക്കൊക്കെ പറഞ്ഞ് നിങ്ങളോട് പുറത്തേക്ക് ഇറങ്ങുന്നത് പറഞ്ഞല്ലേ, പിന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുന്ന നേരത്താണ് രേവതിയുടെ മുമ്പിൽ താൻ പെട്ടു എന്നുള്ള കാര്യം ശ്രുതിയോടായിട്ട് ബീരാനിക്ക പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്കൊരു ഷോക്കാവുന്നുണ്ട്. എന്നാൽ നല്ല രീതിയിൽ തന്നെ രേവതിയെ താൻ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് സമാധാനമാവുന്നു. വേറെ ശ്രുതി പറയുകയാണ്, ഇനി നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങുമൊന്നും വേണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുകയെന്നും പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് വഴക്ക് പറയുന്ന നേരത്തെ അതെങ്ങനെ ശരിയാവും ശ്രുതി മോളെ, എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ദൈവത്തെ പോലെയാണ്, അതൊരിക്കലും എനിക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് ബീരാനിക്ക പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നത്, നിങ്ങൾക്കുള്ള പൈസ ഞാൻ തരാം, നിങ്ങൾ എങ്ങനെയും വീട്ടിലൊന്നും ഇരിക്കാൻ നോക്കും, അതല്ല എന്നാണെങ്കിൽ നിങ്ങൾ വേറൊരിടത്തേക്ക് ഷോപ്പ് മാറാൻ നോക്കുക എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും അതിന് തനിക്ക് സാധിക്കില്ല എന്ന് ബീരാനിക്ക കുറച്ച് തീരുമാനം പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയോടായിട്ട് പോകാനൊരുങ്ങുന്ന നേരത്തെ ഒന്നുകൂടി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീടും നാട്ടുകാരും എല്ലാം ഉപേക്ഷിച്ചൊരിക്കലും ഞാൻ ഇവിടുന്ന് പോവുകയല്ല, മാത്രമല്ല ഇനിയും ഇപ്പോൾ ഒരു തവണ രേവതി അവിടെ വന്നുകൊണ്ട് ഇനി അവിടെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പം ഞാൻ രക്ഷപ്പെട്ട പോലെ എനിക്കിനി പല തവണകളായിട്ട് രക്ഷപ്പെടാൻ സാധിച്ചെന്നുമല്ല, ചിലപ്പോൾ ഇനി അടുത്ത തവണ വരുന്ന സച്ചിയായിരിക്കും, അവൻ്റെ മുന്നിൽ ഞാൻ കുടുങ്ങുകയാണ്, തീർച്ചയായിട്ടും ശ്രുതി എനിക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബീരാനിക്ക അവിടെ നിന്ന് പോകുന്നതായിട്ട്. അപ്പോൾ കൂനിമേൽ കുരു എന്ന രീതിക്ക് എൻ്റെ ശ്രുതിക്ക് ഓരോരോ പണികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നാളത്തെയും അല്ലെങ്കിൽ പിറ്റേ ദിവസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.